ഏഷ്യാനെറ്റിലെ ജോണിൻ്റെ മോൻ വിനുവിൻ്റെ ഇന്നലത്തെ ചർച്ച കാണേണ്ടതായിരുന്നു. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച. ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഫാസിസ്റ്റ് മനോഭാവമെന്ന് വളരെ കൃത്യമായി വെളിപ്പെടുന്നൊരു സാഹചര്യം. മുഖ്യ ശത്രുവിൻ്റെ ശത്രുവിനെ മിത്രമായി കാണുക, ആ മിത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യ ശത്രുവിനെതിരെ പരമാവധി കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, അതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അവർ മഹാമോശമാണെന്ന്. ഏറ്റവും ഒടുവിൽ വായ്ത്താളമടിച്ച ശത്രുവും അതേ നിലവാരത്തിലുള്ളവരാണെന്ന് തെളിയിച്ചു കൊടുക്കുക. ഒരാളെക്കുറിച്ച് ഈ തെറ്റിദ്ധാരണ മുഴുവൻ പറയിച്ചവൻ വെറും മോശക്കാരനാണെന്ന് വിനു തെളിയിച്ചു വെച്ചു. തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നു ചർച്ച. അതായത് കളമശ്ശേരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യറിന് മെഴുകാൻ പറ്റുന്നതിൻ്റെ മാക്സിമം മെഴുകാൻ അവസരം കൊടുത്തു. അലോഷ്യസ്, കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് ഏതാണ്ട് 2 കിലോ കഞ്ചാവ് പിടിച്ച റൂമിൽ KSUവിൻ്റെ നേതാവ് ആദിലും താമസിച്ചിട്ടുണ്ട്. പക്ഷെ ആദിൽ ഇപ്പോൾ പ്രതിയല്ല. അദ്ദേഹത്തിൻ്റെ ഒപ്പം താമസിച്ചിരുന്ന ആകാശ് M, ആ ആകാശും KSUക്കാരനാണെന്നാണ് അറിയുന്നത്. അവിടെ നിന്നാണ് 2 കിലോ കഞ്ചാവ് പിടിച്ചത്. എന്താണ് KSU സംസ്ഥാന പ്രസിഡന്റിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? രാവിലെ മുതൽ SFIക്കാർക്ക് നേർക്കുണ്ടായ ഒരു ആരോപണത്തെ ഏകദേശം ഒരു 12 മണിക്ക് ശേഷം അവർ ട്വിസ്റ്റ് ചെയ്യുകയാണ്. KSUക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നാണ് 1 കിലോയോളം കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. അതിൽ ആകാശം പ്രതിയാണ്, ഇപ്പോൾ റിമാൻഡിലാണ്. 2 കിലോ അടുപ്പിച്ചുള്ള കഞ്ചാവാണ്. അപ്പോൾ ആ മുറിയിൽ ഒപ്പം താമസിച്ചിരുന്ന ആളാണ് ആദിൽ. ഇപ്പോൾ പ്രതിയായിട്ടില്ല. ഞാൻ കടന്നു വരുന്നത്. പക്ഷേ ആദിൽ താമസിക്കുന്ന മുറിയിലാണ് 2 കിലോ കഞ്ചാവ്. ഒരിക്കലുമല്ല. താങ്കളുടെ വാദം തെറ്റാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഈ പറയുന്ന ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മുറിയിലല്ല ആദിൽ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്നത്. അത് ഞങ്ങൾ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചു. ആദിലിന് അലോട്ട് ചെയ്ത മുറിയാണോ? രാവിലെ മുതൽ ഇതിന്റെ ചർച്ചകൾ ഗ്രൗണ്ട് ഫ്ലോറിലെ 11-ാം നമ്പർ മുറി ആദിലിന് അലോട്ട് ചെയ്തതാണോ? ഒരിക്കലുമില്ല. ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ കസ്റ്റഡിയിലുള്ള മുറി എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അതിലൊരു കാര്യത്തിലേക്ക്, അപ്പോൾ ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് നിങ്ങൾ കിടക്ക്. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ ആകാശ് മെറിറ്റിലേക്ക് കടക്കാൻ തീർച്ചയായും SFIയുടെ പ്രധാനപ്പെട്ട നേതാവ്, ആ സ്റ്റുഡൻസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി അഭിരാജ് പ്രതിയാണ്. പക്ഷെ 10 ഗ്രാമിൽ താഴെ കഞ്ചാവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നതിന്റെ പേരിൽ ജാമ്യം കിട്ടി പുറത്തുണ്ട്. ആ അഭിരാജും ഒപ്പമുണ്ട ആദിത്യനുമാണ് മറ്റ് 2 പ്രതികൾ. ആദിൽ എന്ന KSU നേതാവ് ഇതുവരെ പ്രതിപ്പട്ടികയിലില്ല. പക്ഷേ ആ മുറിയിൽ കണ്ടെത്തിയത് ഇല്ല. ശ്രീ വിനു, അതാണ് ഞാൻ പറയുന്നത്. ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ റൂമിലല്ല ഈ പറയുന്ന ആദിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി താമസിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ 9:30 മണിക്ക് അന്വേഷണം തുടങ്ങിയതാണ്, അല്ലെങ്കിൽ റെയ്ഡ് തുടങ്ങിയതാണ്? 9 മണി തൊട്ട് പുലർച്ചെ 4 മണി വരെ ഉണ്ടായിരുന്നു. 4 മണിക്കൂർ പൂർത്തിയായതിനു റെയ്ഡ് തന്നെ ഇന്നലെ രാത്രി 9 മണി മുതൽ പുലർച്ചെ 4 മണി വരെ 4 മണി വരെ റെയ്ഡ് ഉണ്ടായിരുന്നു. 4 മണി വരെ നടന്നു. ഇതുവരെ ഈ പറയുന്ന ആദിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ വർഷം KSUവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച വിദ്യാർത്ഥിയാണ്. അതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ അതിനെ ഒരിക്കലും നിഷേധിച്ച് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മുറിയിലല്ല ഈ പറയുന്ന ആദിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി താമസിക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ വിശദീകരണം. ശ്രീ വിനു, SFIക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേതാവ് സ്വാഭാവികമായിട്ടും KSUവിനെ പഴിചാരും എന്നതൊരു രാഷ്ട്രീയപരമാണ്. ഈ പറയുന്ന ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മുറിയിൽ തന്നെയാണ് ഈ പറയുന്ന ആദിൽ താമസിക്കുന്നതെങ്കിൽ, KSUക്കാരനായിട്ടുള്ള വിദ്യാർത്ഥി താമസിക്കുന്നെങ്കിൽ ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞല്ലോ. അതിന്റെ കൂടി പൊസഷനിൽ പെടുന്ന റൂമാണ് എന്നെങ്കിൽ എന്തുകൊണ്ട് ആ പോലീസിന് അതിന്മേൽ ഒരു നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല? 2 കിലോ കഞ്ചാവ് കണ്ടെത്തിയ ആ ആകാശിന്റെ മുറിയിൽ KSU നേതാവ് താമസിക്കുന്നില്ല. KSU നേതാവിന് ഇതുമായിട്ടൊരു പങ്കുമില്ല. KSU നേതാവ് ആകാശ് എന്ന് പറയുന്ന വ്യക്തി KSUവിന്റെ ഒരു പരിപാടികളിൽ പങ്കെടുക്കുകയോ KSUവിന്റെ ഒരു നിരന്തര പ്രവർത്തകനോ KSUവിന്റെ ഒരു കമ്മിറ്റിയിലോ അംഗമല്ല. 1 മണിക്കൂർ ചർച്ചയിൽ 59 മിനിറ്റും SFIയെ പിൻ പോയിന്റിൽ നിർത്തി ഭജനസംഘം കച്ചേരി തിമിർത്തു. അതിൽ അലോഷി സേവ്യറും കോൺഗ്രസ്സുകാരെല്ലാം കുളിരണിഞ്ഞിരുന്നു. പക്ഷേ ക്രിസംഗിയുടെ ഉള്ളിലെ ഫാസിസ്റ്റ് മനോഭാവത്തെക്കുറിച്ച് തിരിച്ചറിയാൻ ഇന്നും കോൺഗ്രസ്സുകാർക്കും വളർന്നു വരുന്ന KSUക്കാർക്കും യാതൊരു തിരിച്ചറിവില്ലല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 കിലോ കഞ്ചാവ് പിടിച്ചത് യഥാർത്ഥത്തിൽ ആരുടെ കൈവശമാണെന്നുള്ള കാര്യം SFIയെക്കുറിച്ച് മോശമായി പറയിപ്പിക്കാൻ പറ്റുന്നത് മുഴുവൻ പറയിപ്പിച്ച് സംഘി പ്രേക്ഷകർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് ഒപ്പിച്ചു കൊടുത്തതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനും അവൻ്റെ സംഘടനയും കഞ്ചാവിൻ്റെ അപ്പോസ്തലന്മാരാണെന്ന് ഒരൊറ്റ ഓഡിയോയിലൂടെ തെളിയിച്ചു കൊടുത്തു. 11-ാം നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന
ഈ കേസിൽ പ്രതിയായിട്ടില്ലാത്ത ആദിലിനോട് സംസാരിച്ചിരുന്നു. KSU നേതാവാണ്. KSU നേതാവാണെന്ന് അലോഷ്യസും പറഞ്ഞു. അതൊന്ന് കേൾക്കാം. നിങ്ങളുടെ ഈ ആകാശ് എന്ന് പറഞ്ഞ ആളെ പിടിച്ചില്ലേ പോലീസ്? അതേ മുറിയിലാണോ ആദിലും താമസിക്കുന്നത് അവിടെ? അതെ അതെ. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരാണോ അവിടുത്തെ റൂംമേറ്റ്സ്? അതെ, പക്ഷെ ഇവിടെ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു റൂമിൽ മാത്രമല്ലല്ലോ കിടക്കുക. ഇവിടെ എല്ലാരും എല്ലാ റൂമിലേക്ക് കിടക്കാറോ അങ്ങനെയൊക്കെയാണ്. ഞാൻ ചോദിച്ചത്, ഇപ്പൊ ഈ പിടിച്ച റൂം എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി നിങ്ങൾക്ക് അലോട്ട് ചെയ്ത റൂമാണോ താഴത്തെ ഫ്ലോറിലുള്ള നിങ്ങൾക്ക് രണ്ടുപേർക്കും? അതെ. ഓക്കെ, പക്ഷെ അനന്തു വീട്ടിൽ നിന്നാണ് വരുന്നത് അല്ലേ? ആ, കേട്ടല്ലോ ശ്രീ അലോഷ്യസ്. ആദിൽ എന്ന് പറയുന്ന KSU നേതാവ് പറയുന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ 11-ാം നമ്പർ മുറി തൻ്റേതാണ്. അവിടെ നിന്നാണ് 2 കിലോ കഞ്ചാവ് പിടിച്ചത്. നമ്മൾക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പ്രതികരിച്ചത്. അതിനെപ്പറ്റി കൂടുതൽ ഈ വിവരം കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞത്. പക്ഷേ ശ്രീ അലോഷ്യസ് അത് തുടർച്ചയായി നിഷേധിച്ചു. ഈ വിവരം അന്വേഷിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ KSU നേതാവിന്റെ മുറിയിൽ നിന്നാണ് 2 കിലോ പിടിച്ചത്. ഇത്രയും നേരം മെഴുകിയത് മുഴുവൻ ഫൗളായി. ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം സംഘടനയിൽപ്പെട്ടവർ കഞ്ചാവ് പാക്കറ്റുകളിലാക്കി വിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അലോഷി നടത്തുന്ന ലഹരിക്കെതിരായിട്ടുള്ള യാത്ര അത് എറണാകുളത്തേക്ക് കടക്കുമ്പോൾ പലയിടങ്ങളിലും ഈ യാത്രയിൽ പങ്കെടുക്കാൻ KSU നേതാക്കന്മാർക്ക് സമയമില്ല? കാര്യം ഇത് അവരുടെ പീക്ക് ടൈമാണ്. ഹോളിയൊക്കെ വരുന്ന സന്ദർഭത്തിൽ KSU നേതാവിൻ്റെ ലഹരിക്കെതിരായ യാത്ര പോലും വേറെ ജോലിയില്ലേ? അവർ പാക്കറ്റുകളാക്കി ഇതുപോലെ പല ക്യാമ്പസുകളിലും വിൽക്കുകയാണ്. അവർക്ക് ക്യാമ്പസുകളിൽ അധികാരം എന്തിന്? അവർ പതിയെ പതിയെ ലഹരി വിറ്റ് പണമുണ്ടാക്കിയതിന് ശേഷം അത് SFIയുടെ തലയിൽ ചാരാനാണ് പരിശ്രമിക്കുന്നത്. അങ്ങനെയാണ് കോച്ചിങ്. അതായത് എന്ത് തെമ്മാടുത്തോ ഈ നാട്ടിൽ ചെയ്യുക, എന്നിട്ട് അത് SFIയുടെയും CPMൻ്റെയും തലയിൽ വെച്ച് തടിയൂരി പോവുക. ഇതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികെട്ട രാഷ്ട്രീയം. അത് മൂത്ത കോൺഗ്രസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ കിളുന്ത് കോൺഗ്രസ്സിലായിരുന്നാലും ഇത് തന്നെ സാഹചര്യമെന്ന് തെളിയിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ജോണിൻ്റെ മോൻ പുറത്തുവിട്ട ഓഡിയോയിലൂടെ അലോഷി സേവ്യർ കേരളത്തിലെ ക്യാമ്പസുകളിലെ കഞ്ചാവിൻ്റെ ബ്രാൻഡ് അംബാസഡറാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു.